എന്തായിരുന്നു ഇന്ന് സ്കൂളിൽ ഐറ്റം എന്തായിരുന്നു? വഞ്ചിപ്പാട്ടാണല്ലേ? വഞ്ചിപ്പാട്ട്. ഇവർക്ക് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് ഉണ്ണിമാഷ് ഇവിടെ നിൽക്കുന്നു. ഉണ്ണിമാഷിനെ നമ്മൾക്ക് മറക്കാൻ കഴിയില്ല. അന്ന് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ മാഷാണ് അല്ലേ? എങ്ങനെയാണ് മാഷ അതിനെ ഓർത്തെടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാറില്ല, അതൊന്നും ഓർക്കാറില്ല. ഇപ്പോൾ പുതിയൊരു ജീവിതം, അധ്യായമൊക്കെ ഞങ്ങൾ മറന്നു. പുതിയൊരു ജീവിതത്തിൽ ഇത് പറന്നുയരുക. ഇനി ഒരു സ്കൂള് വേണ്ടേ സ്വന്തമായിട്ട്? തീർച്ചയായിട്ടും അവിടെ സ്കൂൾ വേണം. ഞങ്ങളിപ്പോൾ മേപ്പാടി സ്കൂളിൻ്റെ ഒരു ഭാഗത്താണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എങ്കിലും വെള്ളാർമലയ്ക്ക് സ്വന്തം ഒരു ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ അതിനൊരു സ്കൂൾ വേണം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നു. ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനവും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മാഡം? അവർക്ക് സ്വന്തമായൊരു സ്കൂളിൻ്റെ ഞങ്ങൾ സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി കണ്ടിരുന്നു, റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്ഥലം നല്ല സ്ഥലം, മനോഹരമായ സ്കൂളായിരുന്നു വെള്ളാർമല സ്കൂള്. അതിലും മനോഹരമായ ഒരു സ്കൂൾ അവിടെ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ മാം? തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു സ്കൂൾ കെട്ടാനുള്ള എല്ലാ ഇച്ഛാശക്തിയും പൈസയും എല്ലാം ഉണ്ട്. അത് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്താനാണ് കുറച്ച് സമയമെടുത്തത്. അതിൻ്റെ സുരക്ഷിതവും കൂടി ഉറപ്പ് വരുത്തിയിട്ട് തീർച്ചയായിട്ടും ഒരു നല്ല സ്കൂൾ അവിടെ കെട്ടിത്തരണം എന്നാണ് ആഗ്രഹം. തീർച്ചയായും നമുക്ക് ഈ കുട്ടികളുടെ ഒരു കലാപ്രകടനം കൂടി കാണാൻ തോന്നുന്നു അല്ലേ? നിങ്ങളുടെ ഒരു കലാപ്രകടനം കാണാൻ, എന്നിട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. വഞ്ചിപ്പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ്, എത്ര ദിവസം കൊണ്ടൊക്കെയാണ് ഇത് പഠിച്ചെടുത്തത്? എത്രത്തോളം സ്കൂളും, നമുക്കിപ്പോൾ മാഷ് പറഞ്ഞതുപോലെ തന്നെ സ്കൂളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഓർമ്മയൊക്കെ? ഉള്ള സാഹചര്യത്തിലായിരുന്നു പഠിച്ചിട്ടുണ്ടായേ. കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രയോഗിച്ചു. പിന്നെ 4-5 മാസം ഉണ്ടായിരുന്നു പ്രാക്ടീസ്. അങ്ങനെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു സാറുമാർ, ടീച്ചേഴ്സൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിജയത്തിൽ നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷത്തിൽ തന്നെയാണോ? എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. നമ്മളെ കഴിവിൻ്റെ മാക്സിമം എടുത്ത് നമ്മൾ പാടി, അതിനുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്ത്. അത് നമ്മൾ അധ്യാപകരും എല്ലാവരും പേരൻസും നാട്ടുകാരും ഒക്കെ നമുക്ക് സപ്പോർട്ടുണ്ട്. ഇനിയും ഇങ്ങനെ ഏതിലെങ്കിലും പ്രോഗ്രാമിൽ ഇങ്ങനെ എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷം നിങ്ങളിവിടെ എത്തിയതിനും ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും. കാരണം ഒരു പോരാട്ടത്തെ അതിജീവിച്ച് വന്ന ഹീറോസ് ആണ് ഇവരെല്ലാം അല്ലേ? തീർച്ചയായും. കാരണം അത്രയും പരിമിതികൾ ഉണ്ടായിട്ട് പോലും ഇത്ര ഇവിടെ എത്തി എ ഗ്രേഡ് നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം തന്നെ അല്ല.